സന്ദേശത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവയെ കുറിച്ചാണ്. ജ്ഞാനികൾ കാഴ്ചവെച്ച ഇവ യേശുക്രിസ്തുവിന്റെ ജനനമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കാലഘട്ടത്തിന്റെയും സാഹചര്യങ്ങളുടെയും വ്യത്യാസങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിവുള്ളവരെ ജ്ഞാനി എന്ന ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരെക്കാളുപരി ഇവർ ദൈവത്തെ അനുസരിക്കുന്നവരായിരുന്നു. ജ്ഞാനികൾ സമർപ്പിച്ച വസ്തുക്കളിൽ പൊന്ന് രാജാവിന്റെയും രാജപ്രഭുടെയും അധികാരത്തെ സൂചിപ്പിക്കുന്നു. ഈ ലോകത്തെ വിധിക്കാൻ അധികാരമുള്ള രാജാക്കന്മാരുടെ രാജാവാണ് യേശുക്രിസ്തു. ജ്ഞാനികൾ പൊന്ന് കാഴ്ചവെച്ചതിലൂടെ അവനിലുള്ള ദൈവിക രാജീയ അധികാരത്തെ വെളിപ്പെടുത്തുന്നു. അടുത്തതായി കുന്തിരിക്കം. കുന്തിരിക്കം ധൂപാർച്ചനയും കുന്തിരിക്കം ധൂപപീഠത്തിൽ ഉപയോഗിക്കേണ്ട രീതികളെ കുറിച്ചും ബൈബിളിൽ കാണാൻ സാധിക്കും. അതിനാൽ ജ്ഞാനികൾ സമർപ്പിച്ച കുന്തിരിക്കം യേശുവിന്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. അടുത്തതായി ജ്ഞാനികൾ സമർപ്പിച്ചത് മീറ. മീറ യേശുവിന്റെ പുനരുദ്ധാനത്തെ സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സംസ്കാര സമയത്ത് നിക്കോദേമോസ് മീറ കൊണ്ടുവരികയും അവ കച്ചയിൽ പൊതിഞ്ഞതായും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു ജനിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ നമുക്ക് ഒരുങ്ങാം. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് മംഗളാശംസകൾ നേരുന്നു.